ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 4-ാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 4-ാം ദിവസം. പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണത്തിലൂടെയും അമ്മ ഓരോ പ്രത്യേക കാര്യങ്ങളാണ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത്. 1947 ഡിസംബർ 8-ാം തീയതി 7-ാമത്തെ പ്രത്യക്ഷപ്പെടൽ. അത് ഇങ്ങനെയായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ ചെയ്യാറുള്ളത് പോലെ പ്രത്യക്ഷീകരണം ലഭിക്കുന്ന ബെറീന ഗില്ലി എന്ന് പറയുന്ന നേഴ്സ് സഹോദരി വേഗം പള്ളിയിലേക്ക് വരുന്നു, മുട്ടുകുത്തുന്നു. എവിടെയാണോ പരിശുദ്ധ അമ്മ വരാറുള്ളത് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധ അമ്മ വന്നു. അവിടുത്തെ ഒരു അത്ഭുതം പിന്നീട് പിതാക്കന്മാരോട് പറയപ്പെട്ടത്, ഇത്രയും ജനങ്ങളുണ്ടായിട്ടും അവിടെ ഒരു ശ്വാസം പോലും തിരിച്ചറിയാവുന്ന പോലെ സൈലൻ്റായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒരു വെള്ള സ്റ്റെയർ കേസുമേലാണ്. അതിൻ്റെ 2 സൈഡിലും വെള്ള, മഞ്ഞ, ചുമപ്പ് റോസാ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന്. എന്നിട്ട് അമ്മ അവിടെ വന്ന് പറഞ്ഞു, ഞാൻ വിമല ഹൃദയത്തിൻ്റെ, ഞാൻ അമലോത്ഭവമായ ഹൃദയം, ഞാൻ അമലോത്ഭവയാണ് എന്ന് പരിശുദ്ധ അമ്മ അവിടെ വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മ വീണ്ടും പറയുന്നത്, ഞാൻ മേരി ഓഫ് ഗ്രേസ്, കൃപയുടെ മേരിയാണെന്നാണ്. ഫുൾ ഓഫ് ഗ്രേസ്, മദർ ഓഫ് മൈ ഡിവൈൻ സൺ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ദൈവമാതാവാണ്, കൃപയുടെ മാതാവാണ്. വീണ്ടും മാതാവ് പറഞ്ഞത്, ഞാൻ മോണ്ടിക്കാരിയിലേക്ക് വന്നത് എന്നെ ഇവിടെ റോസ് മിസ്റ്റിക്ക എന്ന ഒരു പേരിൽ ഞാനിവിടെ അറിയപ്പെടണം, അങ്ങനെയൊരു ഡിവോഷൻ തുടങ്ങണം. ഉദ്ദേശം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ അവിടെ വന്ന് പറഞ്ഞത്, എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി ഉച്ചസമയം അത് അവർ ഓഫ് ഗ്രേസ് ഫോർ ദ ഹോൾ വേൾഡ്, ലോകം മുഴുവനുമുള്ള കൃപയുടെ മണിക്കൂറാണെന്ന്. അത് നമുക്കറിയാം. നമ്മൾ അന്നേ ദിവസം പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങാറുള്ളതാണ്. ഈ കൃപയുടെ മണിക്കൂറിനെ കുറിച്ച് പരിശുദ്ധ അമ്മ കുറേയധികം ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ മകൻ്റെ കയ്യിൽ നിന്നും ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങി നിങ്ങൾക്ക് നൽകുന്ന ഒരു മണിക്കൂറാണ് ഈ ഡിസംബർ 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ. 1 മണിക്കൂർ സമയം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പരിശുദ്ധ അമ്മ ഇവിടെ ഈ തവണ പ്രത്യക്ഷപ്പെടുമ്പോൾ 2 വലിയ അത്ഭുതങ്ങൾ നടന്നു. ആ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5-6 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, പോളിയോ ബാധിച്ച് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ഒരു കുട്ടി. അതുപോലെ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. 26 വയസ്സോളം പ്രായം വരുന്ന പെൺകുട്ടി. 12 വയസ്സ് മുതൽ അവൾ ട്യൂബർക്കുലോസിസ് എന്ന അസുഖം മൂലം ഒരു വാക്കുച്ചരിക്കാനോ ഒന്നും സാധിക്കാതെ 9 വർഷത്തോളമായി സംസാരിക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടി. പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം ഈ 2 കുട്ടികളും അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ആ പെൺകുട്ടി ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി, അതേപോലെ പാട്ട് പാടാനും തുടങ്ങി.
ആൺകുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, നടക്കാനും ഓടാനും തുടങ്ങി. ജനം മുഴുവൻ അതിശയിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വലിയ സൗഖ്യം നടന്നത്. ആ ആൺകുട്ടി പറഞ്ഞു, ഞാൻ പരിശുദ്ധ അമ്മയെ ആ ദേവാലയത്തിനുള്ളിൽ കണ്ടു. അമ്മ എൻ്റെ അടുത്ത് പുഞ്ചിരിച്ചു എന്ന്. വർഷങ്ങൾക്ക് ശേഷം ആ ആൺകുട്ടി വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങി. പെൺകുട്ടി ഒരു കന്യാസ്ത്രീയായി പിന്നീട് തീർന്നു. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ പ്രത്യക്ഷീകരണങ്ങളിൽ ഇങ്ങനെ വിസിബിളായിട്ടുള്ള അത്ഭുതങ്ങളുണ്ടാകും. അതാണ് സഭ പഠിക്കുക, പിന്നീട് അത് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുക. എന്നാൽ അത്ഭുതങ്ങൾ നടക്കാത്ത പ്രത്യക്ഷീകരണങ്ങളും ഉണ്ടായിരിക്കും. അവിടെ പരിശുദ്ധ അമ്മ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞ് അമ്മ പോകും. പിന്നെ അതിന് ചിലപ്പോൾ തുടർ കഥയുണ്ടാകില്ല. പല വ്യക്തികൾക്കും പരിശുദ്ധ അമ്മ ദർശനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു സൗഖ്യത്തിന് വേണ്ടി ഒക്കെ ആകാം. പക്ഷേ അതൊന്നും പിന്നീട് വിശ്വാസ സത്യമാകണമെന്നില്ല. ഇത് സഭ വിശ്വാസ സത്യങ്ങളായിട്ട് അംഗീകരിക്കണമെങ്കിൽ കുറേയേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് വെളിപ്പെടുത്തി. ഫാത്തിമയിൽ അമ്മ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ അമ്മ പറഞ്ഞു തന്നു. ഇവിടെ അമ്മ സമർപ്പിതർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. ഇതാണ് പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക്ക മാതാവായിട്ട് വന്ന് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മൾക്ക് വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ അന്ത്യകാലത്ത് സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് അറിയാതെ അലറി നടക്കുകയല്ല. സാത്താൻ ഒരു ഭൂരിഭാഗം മനുഷ്യരെയും വിഴുങ്ങിക്കഴിഞ്ഞു. അവനിപ്പോൾ അലറി നടക്കുകയല്ല, വിഴുങ്ങിക്കഴിഞ്ഞു. സത്യം തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല. എല്ലാവരും ഒരു മന്ദിപ്പിലാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ വരവിനോട് അടുത്തിരിക്കുകയാണെങ്കിൽ എന്താണ് പരിശുദ്ധ അമ്മയും സ്വർഗവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? സിസ്റ്റർ നത്താലിയായോടും റുവാണ്ടയിലെ സഗദാഷിയോടും അങ്ങനെ പല പല വ്യക്തികളോടും പറഞ്ഞത് പരിഹാരം ചെയ്യണമെന്നാണ്. അവസാനത്തെ മണിക്കൂറാണിത്. നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. എന്താണ് പരിഹാരം? അനുദിന ജീവിതത്തിലെ കുരിശുകൾ. പിന്നെ ഓരോരുത്തരോടും വ്യക്തിപരമായി പറയുന്ന പരിഹാരങ്ങൾ. ആദ്യത്തെ പരിഹാരം ജീവിതം നന്നാക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അതായത് 10 കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കുക, അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. അന്ത്യകാലമാകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? പ്രാർത്ഥനയുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ നമ്മൾ കരുതി വയ്ക്കണം. പരിഹാരത്തിൻ്റെ ഒരു വലിയ കെട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. യഥാർത്ഥ അനുതാപത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. ലോകം മുഴുവനിലുണ്ടാകണം. ഇനി അനുതാപം കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളം പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലിന് വേണ്ടി. ലാസലറ്റിലും ലൂർദിലും ഫാത്തിമയിലും മൊണ്ടിക്കാരിയിലും എല്ലാം പരിശുദ്ധ അമ്മ പറയുന്നത് അർജൻ്റലി ജനങ്ങളോട് അർജൻ്റായിട്ട് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഡു പെനൻസ്, പ്രേ ഫോർ ദ പുവർ സിന്നേഴ്സ്. So many are going to hell for the want of people to pray.
ആൻഡ് മേക്ക് സാക്രിഫൈസസ് ഫോർ ദം. ധാരാളം ആത്മാക്കൾ നരകത്തിൽ പോകാനിരിക്കുന്നു. അത് തന്നെയാണ് ഫാത്തിമയിൽ അമ്മ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് പരിഹാരം ചെയ്യേ, നിങ്ങൾ പ്രാർത്ഥിക്ക്. ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ഫൊണ്ടനേലിയിൽ വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദൈവത്തെ പോയി ആരാധനയിൽ കണ്ടുമുട്ടുക. ആരാധനയിൽ പോയിരിക്കുക, നിങ്ങളുടെ ദൈവത്തെ കണ്ടുമുട്ടുക. എന്നിട്ട് അവനോട് മാപ്പ് ചോദിക്കുക. അവൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നിങ്ങൾ അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിഹാരം ചെയ്യ്. എന്നിട്ട് നിങ്ങളുടെ ദൈവത്തിൻ്റെ കരുണ വാങ്ങിയെടുക്കുക. ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നമുക്കിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും എവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ അനുതാപം വരാത്ത, നമ്മൾ പശ്ചാത്തപിക്കാത്ത പാപങ്ങളുണ്ടോ, നമുക്ക് ഓർത്തെടുത്ത് കുമ്പസാരക്കൂട്ടിൽ അത് ഈശോയോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാം. അതുപോലെ നമ്മുടെ ജീവിതം ഒന്നുകൂടെ നന്നാക്കാൻ, ദൈവമേ ഞങ്ങളെ നിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസം, ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഈശോയിലേക്ക് അടുക്കുക എന്നാണ് അർത്ഥം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.